ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 80000156 800120. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. മിസ്റ്റർ ത്യാഗരാജൻ, താങ്കളുടെ ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? അത് സർ, പിന്നെ അറിയില്ല. അല്ല, കണ്ടുപിടിക്കാം. അല്ല, ഈ കേസ് നിങ്ങൾക്ക് ജയിക്കണ്ടേ? അതല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ചന്ദ്രമതി ത്യാഗരാജനോട് പിണങ്ങി മാറി നിൽക്കുക. പിണങ്ങിയോ പിണങ്ങിയില്ലേ എന്നുള്ള അല്ല വിഷയം. എവിടെ ഉണ്ട്? ആർക്കും അറിയില്ലല്ലേ? ഞാൻ അഡ്വാൻസ് കൈകൊണ്ട് വാങ്ങാത്ത നന്നായി. അതെ, ഈ കേസ് ജയിപ്പിക്കേണ്ടത് എന്റെ തലയിൽ എഴുത്തല്ല. അപ്പോ നമ്മള് ഈ കേസിന്റെ കളി ഇവിടെ വെച്ചങ്ങ് നിർത്തുന്നു. ഗുഡ് ബൈ പറയുന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. കണ്ടുപിടിക്കാം. ചേച്ചി എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പ്. അതെ, ചന്ദ്രമതിയാണ് ഈ കേസിന്റെ ആണിക്കല്ല്. നാരായ വേര്, അസ്ഥിവാരം. അസ്ഥിവാരം ഉലയണം എന്ന് വെച്ചാൽ ചന്ദ്രമതി കോടതി വരാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു സർ. അതെ, ചന്ദ്രമതിയെ കണ്ടുപിടിച്ച് തടയണം, തടവിലാക്കണം. പറ്റുമോ? പറ്റും. മതി, അത് കേട്ടാ മതി. അപ്പോ ആദ്യം വേണ്ടത് നമുക്ക് ഓപ്പറേഷൻ ചന്ദ്രമതി എന്ന് വെച്ചാൽ ചന്ദ്രമതിയെ പൂട്ടണം. അതെ, ചേച്ചിയോട് അത്രയ്ക്ക് സ്നേഹമാണോ ത്യാഗരാജന്? സാറെന്താ അങ്ങനെ ചോദിച്ചത്? എന്ന് വെച്ചാൽ ചേച്ചി അങ്ങ് മരിച്ചുപോയ ഫീൽ ചെയ്യുന്ന ഉദ്ദേശിച്ചു മാത്രമേ ചോദിച്ചുള്ളൂ. വേണ അതോടെ അല്ല, അത്യാവശ്യമാണെങ്കിൽ അത് പറയാൻ പറട്ടെ. അത് പിന്നെ ഈ നമ്മുടെ CP കൂടി ഈ കേസിന്റെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തണം. മനസ്സിലായില്ലേ? നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ ഈ സെന്റിമെന്റൽ പാർട്ടികളൊന്നും കേസ് കേൾക്കാനായിട്ട് കോടതിയിലോട്ട് വരണ്ട. ആരൊക്കെ കോടതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം താലേന്ന് എന്നെ ഒന്ന് അറിയിക്കണം. ശരി സർ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സാർ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോ തന്നെ വിജയം ഉറപ്പായതുപോലെ തോന്നലേ ഉള്ളൂ. അതെ, ത്യാഗരാജന്റെ കേസ് നമ്മൾ ജയിച്ചു കഴിഞ്ഞു മാഡം.
അപ്പൊ ശരി ത്യാഗരാജ, ഞാൻ ഇറങ്ങുക. ഓക്കെ സാർ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. ശരി. ശരി സിബി, ഒരു മിനിറ്റ്. ഇതാ വരുന്നു. ത്യാഗരാജ, താൻ സ്വപ്നം കണ്ട കേരളത്തിലെ ഏറ്റവും വലിയ വക്കീലിനെ തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഞാൻ. കോടികൾ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ഈ കേസ് ജയിക്കണം. വക്കീല് പറയുന്നത് പോലെ ചെയ്തേക്കണം. ശരി മാഡം.